വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരായുസ്സിൽ നമുക്ക് ഒരുപാട് ആയുസ്സിൽ ചെയ്ത കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മൾക്ക് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിന് അള്ളാഹു ചെയ്തു തന്ന, അത് ലളിതമാക്കി തന്നതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വിശദീകരിക്കുന്നത്. വളരെ സിമ്പിളായി എല്ലാവർക്കും അറിയുന്ന ഭാഗം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരായുസ്സിൽ നമുക്ക് ഒരുപാട് ആയുസ്സിൻ്റെ പ്രവർത്തനം ആഖിറത്തിൽ നമ്മൾ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യും. എല്ലാറ്റിനും പ്ലാൻ ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സഹാബത്ത് ഇരിക്കുമ്പോൾ ഒരു സംഘം വന്നു, വളരെ ദരിദ്രരായിട്ട്, ചെരുപ്പില്ല, വസ്ത്രമില്ല, അവർക്ക് വാളുണ്ട്, ദരിദ്രരായി ക്ഷീണിച്ച അവശരായി അവരുടെ അടുത്തിരിക്കുന്നു. അപ്പൊ നബിയുടെ മുഖം കൊണ്ട് കറുത്തുപോയി, അതായത് ഭയങ്കര സങ്കടം. നബി വീട്ടിൽ പോയി ഇറങ്ങി വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചത് പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഉത്തരം പറയേണ്ട കാര്യം, സദഖ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ഓരോരുത്തരോടും അവിടെ രക്ഷപ്പെടാൻ സദഖ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം ആർക്കും ചെയ്യാൻ പറ്റും. എന്താണത്? വലോപിശിക്കാമ്ര, ഒരു കാരക്കയുടെ ചീളെങ്കിലും നിങ്ങൾ സദഖ ചെയ്യുകയും. അത് പല ഹദീസുകളിൽ വന്നിട്ടുള്ള സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ പദം. എന്തു തന്നെയാണെങ്കിലും അങ്ങനെ ഒരു അൻസാരി സഹാബി തനിക്ക് വഹിക്കാൻ കഴിയാത്ത അത്ര ഭാരം ഒരു കൊട്ടയിൽ കൊണ്ടുവന്നു അവിടെ നബിയുടെ മുന്നിൽ വെച്ചു. അപ്പോൾ ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ നബിയുടെ ഒരു ഭാഗത്ത് നബിയുടെ അടുക്കൽ വസ്ത്രത്തിൻ്റെ ഒരു കൂട്ടം, ഭക്ഷണത്തിൻ്റെ ഒരു കൂട്ടം, രണ്ട് കൊന്നു വന്നു. നബിയുടെ മുഖത്തെ പറ്റി പറയാണ്, നബി സന്തോഷം കൊണ്ട് ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങി. അത്ര നബിക്ക് സന്തോഷമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കൊക്കെ വലിയൊരു ആശ്വാസവും അനുഗ്രഹമുള്ളൊരു വാക്ക്. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല കാര്യം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലവും അതുമായി അയാൾക്ക് ശേഷം അത് തുടർന്ന് ചെയ്യുന്നവരുടെ പ്രതിഫലവും ഒക്കെ മറ്റുള്ളവർക്ക് ചെയ്തവർക്ക് കുറക്കാതെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അൽഹംദുലില്ലാ. ഇതേപോലെ തന്നെ ആരെങ്കിലും ഒരു തിന്മക്ക് മാതൃകയായിട്ടുണ്ടെങ്കിൽ അവർക്ക് ശേഷം ആ തിന്മ പിൻപറ്റുന്നവരുടെ എല്ലാ ഭാരവും വിസറും മറ്റവർക്ക് കുറക്കാതെ തന്നെ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് ചാൻസ്, ഉപയോഗിക്കാനുള്ള ചാൻസ്. തിന്മക്ക് ഒരിക്കലും നമ്മൾ അത്ര അപകടമാണ്. നമ്മൾ ഒരു തിന്മ ചെയ്യാണ്, അത് പബ്ലിക്കായി ചെയ്യുമ്പോൾ അതിന് ചില ആൾക്കാരെ എന്താ എന്ന് പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ അയാൾ ചെയ്തതിൻ്റെ കുറ്റം നമുക്ക് കിട്ടുക, നമുക്കും കിട്ടും. അയാൾക്ക് കിട്ടില്ല എന്നല്ല, നമുക്കും കിട്ടും. ഇതേപോലെ തന്നെയാണ് ഒരു നന്മയുടെ കാര്യം. ഇസ്ലാമിൽ നന്മയായ ഇത് മുസ്ലിങ്ങൾക്ക് റബ്ബ് കൊടുത്തിട്ടുള്ള വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു പാർട്ടാണ്. ഒരായുസ് കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പല ആൾക്കാരും അതിനെ നമുക്ക് വേണ്ടി മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് ഖബറിലേക്ക് ഇങ്ങനെ അയച്ചു തരും. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു ചാൻസ് വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യത്തിൽ അവിടെ ധർമ്മം ചെയ്ത ആ സഹായം അവരാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പ്രേരണയായിട്ട്. നമ്മൾ സാധാരണ ഒരു റെസീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരാ കൊടുത്ത ആദ്യം മറച്ചു വെക്കും. അത് മറ്റാർക്കൊരു പ്രേരണയാണ്, ഇങ്ങനെ കൊടുക്കണമെന്നുള്ളത്. ആ കൊടുത്തതിൻ്റെയൊക്കെ കൂടി ആദ്യം അതിന് മാതൃകയായ വ്യക്തിക്ക് റബ്ബ് എഴുതുന്നു. എന്തൊരു ഭാഗ്യമാണ്! ഇതേപോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
നമ്മളൊരാൾക്ക് മരിച്ചു പോയാൽ ബാക്കി കിടക്കുന്നത് നമ്മൾ കൊടുത്ത ഉപകാരമെടുത്തുകൊണ്ടിരിക്കുന്ന അറിവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് നമ്മളൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ അത് അയാളത് ഉൾക്കൊണ്ടാൽ അൽഹംദുലില്ലാഹ് അത് മാത്രം മതി. പരലോകത്തിൽ അത്ര വമ്പിച്ചൊരു കൂമ്പാരമായിക്കൊണ്ട് അദ്ദേഹത്തിന് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ആയത്ത് ഓതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇത് അള്ളാഹു എളുപ്പമാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആൾക്കാർക്ക് ഇത് മനസ്സിലാകും. മനസ്സിലായില്ലേ? എന്താണ് അത് വെച്ചിട്ടുള്ളത്? വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹ് എല്ലാവരും എടുത്ത് ഇനി നിങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ അർവാഹികളെ നമ്മളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദം നബിയെ സൃഷ്ടിച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടൊരു കരാറ് വാങ്ങിയിട്ടുണ്ട്. എന്താണ് കരാറ്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ. ആ റബ്ബ് എന്ന് പറഞ്ഞത് ഈ എല്ലാം പെട്ടു എന്നാണ് അതിൻ്റെ വിശദീകരണം. അള്ളാഹുവാണ് എല്ലാം നൽകുന്നത്. അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ദൈവമാക്കാവുള്ളൂ. തൗഹീദാണത്. അപ്പം ഞാനും നിങ്ങളൊക്കെ പറഞ്ഞു ഖാലൂ ബലാ ശഹീദിന, അതേ റബ്ബേ ഞങ്ങളിതിന് സാക്ഷിയാണ്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ അള്ളാഹുവിന്റെ മുന്നിൽ സത്യം ചെയ്തിട്ടുണ്ട്, സാക്ഷി നിന്നിട്ടുണ്ട്. അള്ളാഹു മാത്രമേ നമുക്ക് റബ്ബായിട്ടുള്ളൂ എന്നത്. അവൻ തന്നെയാണ് നമ്മുടെ റബ്ബ്, നമ്മുടെ ഇലാഹ്, എല്ലാം അവൻ തന്നെയാണ്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ടുള്ളൊരു പ്രത്യേകത എന്താ പറയുക? എല്ലാ മനുഷ്യർക്കും ജന്മനാ അവരുടെ ഉള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊരു അഫിനിറ്റി ഉണ്ട്. അത് കേട്ടാൽ നല്ല മനുഷ്യർ, നല്ല മനസ്സുള്ള മനുഷ്യർ, അള്ളാഹ് തൗഫീഖ് നൽകിയിട്ടുള്ള മനുഷ്യർ, അവരത് കേട്ടിട്ടുണ്ടെങ്കിൽ വാരിപ്പുണരും. ഇതാണല്ലോ എനിക്ക് ഞാൻ തേടി നടക്കുന്നത് തോന്നും. നമ്മൾ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ ഇന്റർവ്യൂവിൽ അവരുടെ മനസ്സിൽ നേറി നിൽക്കുന്ന ഒരു കാര്യം അവരെ ഇറക്കി വെച്ചിട്ടുള്ളത് ഈ ഷഹാദത്ത് ചൊല്ലിയതിന് ശേഷം അങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ അട്രാക്ഷൻ ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. അതിന്റെ അട്രാക്ഷൻ വർദ്ധിച്ചതാണ്. അത് മനസ്സിൽ അള്ളാഹു വെച്ചിട്ടാണ് ജനസമൂഹത്തെ അങ്ങോട്ട് വിട്ടിട്ടുള്ള നമ്മുടെ മുന്നിലേക്ക്. പിന്നെ രണ്ടാമത് നിങ്ങൾ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു ആയത്ത് എന്താ പറയുക? ഇതിന്റെ പേരിൽ അള്ളാഹു നമ്മെ ആരും ശിക്ഷിക്കൂല, നമ്മെ ആരെയും ശിക്ഷിക്കൂല, ആരെയും ശിക്ഷിക്കൂല. എന്നാൽ ശിക്ഷയും സ്വർഗവും നരകവും വിധിക്കുന്നതിന് ഒരു കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാണ് സ്വർഗവും നരകവും വിധിക്കുന്നത്? സൂറത്ത് നിസായിലുള്ള 165-ാമത്താണ്. നബിമാരൊക്കെ അയച്ചതിനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചതിന് ശേഷം ഒരു പറയുന്നത് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന നബിമാരുടെ ഓരോരുത്തരെയും പലരെയും ലിസ്റ്റ് ചെയ്തിട്ട് പറയാണ്, വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക മിൻ ഖബ്ൽ, നിനക്ക് മുമ്പ് വന്നിട്ടുള്ള ഞാൻ പറഞ്ഞു തന്ന കുറെ നബിമാര്. വറുസുലൻ ലം നഖ്സുസ് അലൈഹി ലം നഖ്സുസ്ഹും അലൈക, നിനക്ക് ഞാൻ പറഞ്ഞു തരാത്ത ഒരുപാട് നബിമാർ. അവരൊക്കെ എന്തിനാ വന്നത്? നഖ്സുസും അലൈക എന്നിട്ട് അവർ വന്നത് എന്തിനാണെന്നറിയോ? പിന്നെ റുസുലൻ മുബശ്ശിരീന, എന്നിട്ട് പറയാണ് കല്ലം അല്ലാഹു മൂസാ തക്ലീമ. ഇത് നബിമാരെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, റുസുലൻ മുബശ്ശിരീന വ മുൻദിരീന ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. താക്കീത് ചെയ്യുകയും അതുപോലെ തന്നെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്ന നബിമാർ. എന്തിനാണ് ഇത് അവരയച്ചത്? ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ. നബിമാർ വന്നതിന് ശേഷം
എനിക്കത് പറഞ്ഞ് അറിയിച്ചെന്നില്ല, ഇത് അറിയിച്ചെന്നില്ല എന്ന് പറയാനുള്ള ഒരു എക്സ്ക്യൂസ് ഇല്ലാതിരിക്കാൻ പറ്റും. അത് വന്നാൽ നബിമാരുടെ പക്കൽ നിന്ന് ഇത് ഓർമ്മിപ്പിച്ച്, ആ അന്നത്തെ കരാർ ഓർമ്മിപ്പിച്ച് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കൽ നമ്മുടെ ബാധ്യതയായി മാറും. ആ കരാറിന്റെ ശേഷം, ആ കരാറിന്റെ ഉദ്ദേശം അള്ളാഹു പറയുന്നത് എന്താ അറിയാം? ആ കരാറിന്റെ ഉദ്ദേശം അള്ളാഹു പറയുന്നത് ഉദ്ദേശമായിട്ട് അള്ളാഹു പറയുന്നത് എന്താ? പിന്നെ പരലോകത്ത് വെച്ച് ഇന്ന കുന്ന എന്ന് പറയാതിരിക്കും. അപ്പൊ ആർക്കും പറയാൻ കഴിയില്ല പരലോകത്ത് നിന്നുള്ള അള്ളാഹുവെ ഇത് നമ്മൾക്ക് അറിയില്ലായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതിനു വേണ്ടിയാണ് ആ കരാർ എടുത്തത്. അപ്പൊ എല്ലാവരുടെ മനസ്സിലുണ്ട്, നിഷേധിയുടെയും ഒക്കെ മനസ്സിലുണ്ട്. മനസ്സിലായില്ലേ? ഇത്ര സിമ്പിളായിട്ട് അള്ള വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സന്ദേശം അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല മനുഷ്യരാകുന്ന ഹിദായത്ത് ഉദ്ദേശിച്ചവർ ചാടി പിടിക്കും. അവർ ചാടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അമല്, അവരുടെ മക്കളുടെ അമല്, അവരുടെ നമസ്കാരം, ഇതെല്ലാം നമ്മുടെ കവറിലേക്ക് റബ്ബ് എത്തിച്ചിട്ടുണ്ട്. എന്താണ്? ഇതാണ് ഇന്നാനൊരിയിൽ ആസാറോ. ആ ആസാർ എന്ന് പറഞ്ഞതാണ് നമ്മുടെ അമലുകൾ മാത്രമല്ല അല്ല എഴുതുക, അതിന്റെ പ്രതികരണം, ഭൂമിയിൽ അതുണ്ടാക്കിയുള്ള ചലനം, അതും കൂടെ ആസാറോ. മനസ്സിലായില്ലേ? അതും കൂടെയാണ് പരലോകത്ത് നമുക്ക് അല്ല. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഈ ചാൻസ് ഞാനും നിങ്ങളും എല്ലാവരും പരമാവധി ഉപയോഗിക്കും. ഈ സത്യം എത്താത്ത ആൾക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. ഒന്നാമതായി തോന്നി അത് കാത്തിരിക്കുകയാണ്. ഇതറിയാത്ത ആൾക്കാർ, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആലോചിച്ചൊക്കെ സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റ് വലിക്കേണ്ട ട്രെയിൻ ആ ദോശ ഈ ദോശ എന്നാൽ ഷിർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ നമ്മളെന്തെങ്കിലും പറയും. അത് പറയണം, പറഞ്ഞു വെക്കണം. എന്നെ വിളിച്ചു ഇത് ചെയ്യരുത്, ഈ പടച്ച തമ്പുരാനല്ലാതെ ദൈവമാക്കാൻ പറ്റില്ല. എത്ര സിമ്പിളാണ്. നമ്മൾക്ക് പറയാനുള്ളത് മൂന്ന് കാര്യം. എന്താണ്? ഒന്നാമത്തത്, അള്ളാഹുവെ മാത്രമേ ദൈവമാക്കാവൂ, ഇലാഹാക്കാൻ പാടുള്ളൂ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അള്ളാഹു അയച്ച ദൂതനാണ് മുഹമ്മദ് നബി നമുക്ക് വേണ്ടി വന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള അവന്റെ വചനമാണ് ഖുർആൻ. അതിവിടെ അവൈലബിൾ ആണ്. ഇത് എത്തിച്ചു കൊടുക്കൽ നമ്മളുടെ ബാധ്യതയാണ്. ഇത് കെട്ടിപ്പൂട്ടി വെക്കല്ല, ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കൽ നമ്മളുടെ ബാധ്യത. ഇതാണ് ഖുർആൻ. ഇത് അള്ളാഹിന്റെ വചനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് ഇതിന്റെ എല്ലാ വിശദീകരണവും വന്നത്. നാവ് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടും എല്ലാം ഖുർആൻ. സുമ്മയിന്നാലൈന ബയാന എന്ന് പറഞ്ഞിട്ട് ഭാഗത്ത് വന്നിട്ട് മൂന്നാമത് പറയാനുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുബശ്ശിരീന വമുൻദിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ദൂതനാണ്, ഇനി ആരും വരാനില്ല, ഇനി നമ്മളാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. എന്തെത്തിച്ചു കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ള ബിശാറത്ത്, അതുപോലെ ഇന്ദാർ, അവർക്കുള്ള സന്തോഷ വാർത്ത, സ്വർഗത്തെ പറ്റിയോ അതിങ്ങനെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലല്ലോ എല്ലാം അത് നമ്മൾ അത് മറ്റൊരാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു നോക്കി. സ്വർഗവും നരകമൊക്കെ അത് വമ്പിച്ചൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ ആ ദാവത്ത് മൂന്ന് കാര്യം ജനങ്ങളോട് പറയാൻ വളരെ സിമ്പിളാണ്. ആ 2 മിനിറ്റ് മതി ആർക്കും ആരോടും പറയാം. ഈ സന്ദേശം നമ്മളെല്ലാവരും എത്തിച്ചു. മനസ്സിലായില്ലേ? അള്ളാഹു അവന്റെ ദീൻ പ്രചരിപ്പിക്കുകയും പരലോകത്ത് അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് പോവുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ
من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد كما صليت على إبراهيم وعلى ഇനി നോക്കി റബ്ബ് നമുക്ക് ചെയ്തു തന്ന ഖുർആനിൽ ഇങ്ങനെ വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഖുദ്സിയായി വന്ന ഹദീസൊക്കെ കൊണ്ട് വായിച്ചു. ഞാൻ ഒരു ചെറിയൊരു പോയിന്റ് മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുള്ളൂ. നമുക്ക് റബ്ബ് ചെയ്തു തന്നതിൻ്റെ അനുഗ്രഹം, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്ക് വേണ്ടി ചെയ്തത് ദുനിയാവിൽ ചെയ്തതൊന്നും ഒന്നും പറയണ്ട. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം ഒന്ന് നിങ്ങൾ ആലോചിച്ച് സത്യവിശ്വാസികൾക്ക് വല്ലദീന ആമനു തത്വമൈന ഖുലൂബുഹും ബിദിക്രില്ല അല്ലാഹു ഓർക്കുമ്പോൾ മനസ്സിങ്ങനെ എടുത്തറും അലാ ബിദിക്രില്ലാഹി തത്വമൈനുൽ ഖുലൂബ്. അറിയുക, അള്ളാഹനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമേ ഹൃദയങ്ങൾ ശാന്തിയടയുള്ളൂ. ഇത് മറ്റുള്ളവരോട് നമ്മൾ സംസാരിച്ച് നോക്കണം. അപ്പം അറിയാം അവരുടെ ബേജാറും പ്രശ്നവും എല്ലാം തവക്കുലാക്കാൻ ആരുമില്ല. എന്തു വന്നാലും ബേജാറും പ്രശ്നവും ഇതില്ലാതെ സന്തോഷത്തോടു കൂടി സമാധാനമായിട്ട് ഇത്മീനാനോട് കൂടി ജീവിക്കാൻ പറഞ്ഞാൽ എന്തൊരു അനുഗ്രഹമാണ്. അല്ലാഹ് അത് നമുക്കേ നൽകിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ നോക്കി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അമല് ചെയ്താൽ, ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് 10 ഇരട്ടി കൂടി. ഹദീസിൽ വന്നിട്ടുള്ളത് 10 ഇരട്ടി, 700 ഇരട്ടി. പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചത്ര പ്രതിഫലം നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അവനന് നല്ലത് തോന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലതായി നമുക്ക് അറിയിച്ചു തന്നൊരു കാര്യം ചെയ്തു, അതിന് നമുക്ക് വമ്പിച്ചപ്പോൾ. ഇനി ഒരു തെറ്റ് വിരോധിച്ചൊരു കാര്യം ചെയ്താലോ അതിന് ഒരൊറ്റ കർമ്മം ചെയ്ത, ഒരു തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷണം നമ്മൾ ചെയ്യില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതുക, അലിഫ് ലാം മീം. എത്രയായി ഇപ്പം? 30 ഹസനത്ത് ചെയ്ത കൂലിയായി. 30 ഹസനത്ത് ചെയ്ത കൂലിയായി. അതിലൊന്ന് കൂടെ ശ്രദ്ധിക്കും നിങ്ങൾ. അതിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നത് അലിഫ് ലാം മീം എന്നാണ്. അതിൻ്റെ അർത്ഥക്കാരി, അതിൻ്റെ ആശയക്കാരി നബി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഖുർആൻ അർത്ഥമറിയാത്തവരും ഓത്ത് നിർത്തരുത്. ആ ഓതുന്നതിന് റബ്ബ് വമ്പിച്ച പ്രതിഫലം, ഓരോ ഹറഫിനും 10 ഹസനാത്ത് ചെയ്ത പ്രതിഫലം റബ്ബ് വെച്ചിട്ടുണ്ട്. ഇതാർക്കാ കിട്ടുക? ഇതൊക്കെ ഒരു സത്യവിശ്വാസിക്ക് റബ്ബ് എളുപ്പമാക്കി കൊടുത്താണ്. എണ്ണി പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരം ചാൻസുകൾ റബ്ബ് നമുക്ക് ചെയ്തു തന്ന പരലോകത്ത് സ്വർഗം കിട്ടാനുള്ള കാര്യങ്ങൾ വളരെ ലളിതമാക്കി തന്ന ആ റബ്ബ് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് അള്ളാഹു പരലോകത്ത് അവൻ്റെ സ്വർഗത്തിൽ